ഞാൻ ഇപ്രാവശ്യം വന്നേക്കുന്നത് വളരെ കണ്ടന്റുള്ള ഒരു ഐറ്റവുമായിട്ടാണ്. തിരിച്ചു കിട്ടാത്ത സ്നേഹത്തിന്റെ വിങ്ങൽ. ഈ നാട്ടുകാരും സിനിമാക്കാരും ഒക്കെ ഇതിനെ വൺ സൈഡ് ലവ് ഒന്നും പൂവാലൊന്നും അല്ല കോഴിത്തരോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. പക്ഷെ ഞാൻ ഇതിനെ അൺകണ്ടീഷണൽ ലവ് എന്ന് വിളിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. പണ്ടേ ഹോസ്റ്റലിൽ താമസിച്ച് കോളേജിൽ പഠിക്കുന്ന സമയത്ത് നിമ്മി എന്ന് പറയുന്ന ഒരു ഉണ്ടക്കണ്ടിയുടെ മേലെ എനിക്കൊരു കണ്ണ്. അന്ന് എനിക്കൊരു പാൻ ഇന്ത്യൻ റൊമാൻറ്റിക് ഫേസ് ഉള്ളതായിരുന്നു എൻ്റെ കോൺഫിഡൻസ്. അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങളെ അനാവശ്യമായി പ്രോത്സാഹിപ്പിക്കുന്ന ചില അലവലാതി റൂംമേറ്റ്സ് കൂടെ ഉണ്ടായിരുന്നു. അവന്മാരെല്ലാവരും കൂടെ അങ്ങ് ആഞ്ഞൂതി എന്നിലെ പ്രണയം അങ്ങ് ആളിക്കത്തി. ഞാൻ നാൻസിയോട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങ് കമ്പനിയായി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ പേര് മാറിപ്പോയി, നിമ്മി. 2 പേരുള്ള കാരണം മാറിപ്പോയി, സോറി. ഓക്കെ, നിമ്മി. അപ്പൊ ഞാൻ നമ്മുടെ നിമ്മിയോട് പ്രപ്പോസ് ചെയ്യുന്നതിന് തലേന്ന് ഞങ്ങൾ കമ്പനി അയച്ചപ്പോൾ നിമ്മി എന്നോട് പറഞ്ഞു, നെൽസം എനിക്കൊരു ചെല്ലപ്പേരുണ്ട്, പേര് നാനു. എൻ്റെ ഡാഡിക്കും മമ്മിക്കും ഇപ്പോൾ നിനക്കും മാത്രമേ ഈ പേരറിയത്തുള്ളൂ. നമ്മൾ രണ്ടും ഒറ്റയ്ക്കുള്ളപ്പം നീ എന്നെ നിമ്മി എന്ന് വിളിച്ചാൽ മതി. എനിക്കാണ് ഭയങ്കര സന്തോഷമായി. 2 സെല്ലോപ്പനോടെ റീഫിലെടുത്ത് വയറിന്റെ പുക്കളുടെ മുകളിൽ നാനു എന്നൊക്കെ എഴുതി ഞാൻ രാത്രി ഹോസ്റ്റലിൽ ചെന്നു. രാത്രി കിടക്കുന്നതിന് മുമ്പ് GTA ഗെയിം കളിക്കാൻ വേണ്ടി അടുത്ത മുറിയിലെ ജിമ്മിന്റെ ലാപ്ടോപ്പ് എടുത്ത് പാസ്വേഡ് ചോദിച്ചപ്പം NANU നാനു. ഞാനങ്ങ് തകർന്നു പോയി. ഞാനെന്നാ ഹോസ്റ്റലിലെ 16 മുറി കയറി ഇറങ്ങിയപ്പോൾ 4 ലാപ്ടോപ്പിനും 3 നോക്കിയ 1100 മൊബൈൽ ഫോണിനും ഇതേ പാസ്വേഡ് നാനു. എന്നാലും അന്ന് തൊട്ട് ഇന്ന് ഈ മൈക്കിന്റെ മുന്നിൽ നിൽക്കുന്നവരെ ഞാൻ പുള്ളിക്കാരിയെ അൺകണ്ടീഷണലായി സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിലും ഞങ്ങൾ വൺ സൈഡ് ലവേഴ്സ് ഇങ്ങനെയാ. ആഴ്ച റിജക്റ്റ് ചെയ്യപ്പെട്ടാലും ആശ്രയിക്കാത്ത അറബിക്കടലിൽ ചാടാത്ത വൺ സൈഡ് ലവർ. 1 കിലോ മിച്ചർ തിന്ന ഒരു കപ്പലണ്ടിയെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇപ്പോഴും ഇങ്ങനെ ട്രൈ ചെയ്തോണ്ടിരിക്കുക. വിടാമുയർച്ചി വിശ്വരൂപ വെട്ടി. പണ്ട് സ്കൂളിൽ കഞ്ഞി വെച്ച് തന്നുകൊണ്ടിരുന്ന ക്ലാരമച്ചേച്ചിയുടെ മോൾ തൊട്ട് ചെന്നൈ ഓഫീസിലെ നോർത്ത് ഇന്ത്യക്കാർ വരെ എന്നെ അറഞ്ചം പുറഞ്ചം റിജക്ട് ചെയ്തിട്ടും എനിക്കിതിന്റെ യാതൊരു നാണവുമാനമില്ല. ഈ ലവും വൺ സൈഡ് ലവും തമ്മിൽ ഒരു കടുകുമണി വ്യത്യാസമേ ഉള്ളൂ. ഈ മോഹൻലാലിന്റെ എല്ലാ പടത്തിലും ആന്റണി പെരുമ്പാവൂർ കാണത്തില്ല, പക്ഷേ ആന്റണി പെരുമ്പാവൂരിന്റെ എല്ലാ പടത്തിലും മോഹൻലാൽ കാണും. അതുപോലെ എല്ലാ ലവിലും വൺ സൈഡ് ലവ് കാണത്തില്ല, പക്ഷേ എല്ലാ വൺ സൈഡ് ലവിലും നല്ല ഒന്നാന്തരം ലവ് കാണും. പണ്ടൊക്കെ നമുക്കൊരു പെണ്ണിനെ ഇഷ്ടമാണെങ്കിൽ അവിടെ പേര് ഏതെങ്കിലും ഒരു മതിലിന്റെ മൂലയ്ക്ക് മൂത്രം ഒഴിച്ചോണ്ട് എഴുതി വെക്കുന്നതാണ് മാക്സിമം മോളസ്റ്റേഷൻ. എന്നാൽ ഈ കാലഘട്ടത്തിൽ എന്നെ പുതിയ മോളസ്റ്റേഷൻ ഐഡിയാസ് ഒക്കെ പഠിപ്പിക്കുന്നത് എൻ്റെ അപ്പാപ്പിയുടെ മോൻ ഫോട്ടോഗ്രാഫർ കം റീൽസ് തരം ജോസ് ചേട്ടായിയാണ്. ചേട്ടായി ഭയങ്കര രാജ്യസ്നേഹിയാണ്. സ്വാതന്ത്ര്യദിനകം വന്നു കഴിഞ്ഞാൽ ദേശീയ പതാക DP ആയിട്ടിടും. സ്റ്റാറ്റസിൽ കയറി എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരെന്നൊക്കെ എഴുതും. പക്ഷേ അയലോക്കംകാരൻ പറമ്പിൽ കയറിയ പട്ടിനെ അടിച്ചോടും. പണ്ടേ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഏതെങ്കിലും പെണ്ണോട് I love you പറഞ്ഞ് അപ്പം തന്നെ മറുപടി കിട്ടും. എടാ ഇപ്പം പഠിക്കുന്ന ടൈമല്ലേ, നീ സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. പഠിത്തം കഴിഞ്ഞ് പണിക്ക് പോയി ഓഫീസിൽ ഏതെങ്കിലും പെണ്ണിനെ പുറകെ പോയാലോ? ഇത് വർക്കിന്റെ ടൈമല്ലേ, നീ നിന്റെ കരിയറിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. എല്ലാം കഴിഞ്ഞ് 10-14 വയസ്സായി നമ്മളേതെങ്കിലും പെണ്ണിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ കല്യാണമായി 3 പിള്ളേരായപ്പോൾ ഉണ്ടാകുന്നാറി ഇതാണല്ലോ എനിക്ക് പ്രേമിക്കാന്നാണ്. വീണ്ടും ഇൻസൾട്ട്. അല്ലെങ്കിൽ ഞങ്ങൾ ഈ വൺ സൈഡ് ലവേഴ്സ് ഏറ്റവും കൂടുതൽ ഇൻസൾട്ട് വാങ്ങിച്ചു കൂടുന്നത് ഇപ്പം വാട്സപ്പിൽ നിന്നാണ്. കഴിഞ്ഞ വർഷത്തെ കണക്ക് പ്രകാരം ഏകദേശം 95% വൺ സൈഡ് ലവേഴ്സും ഇൻസൾട്ട് വാങ്ങിച്ചു കൂടുന്നത് വാട്സപ്പിൽ നിന്നാണ്. ബാക്കി 5% ഇതുവരെ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. ഫുഡ് കഴിച്ചോ, കുളിച്ചോ, ഉറക്കം വരുന്നില്ലേ, എന്തിന് ഇസ്രായേൽ പലസ്തീൻ ആക്രമണത്തെ കുറിച്ച് 1/2 പാരഗ്രാഫ് ചോദിച്ചാൽ പോലും ഒരു ക്യാപിറ്റൽ എമ്മും ഒരു സ്മോൾ എമ്മും കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചെന്നൈ ഓഫീസിൽ ചേർത്തലേതൊരു ചെത്ത് പെണ്ണ് ജോയിൻ ചെയ്യുന്നത്. മദ്രാസിൽ ഒരു മലയാളി പെണ്ണിനെ കണ്ട സന്തോഷത്തിൽ എൻ്റെ ഫോട്ടോഗ്രാഫർ റീൽസ് തരം ജോസ് ചേട്ടായി പറഞ്ഞതനുസരിച്ച് ഞാൻ ഈ ട്രെയിനിങ് തരാമെന്നും ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞ് നമ്പർ അങ്ങ് വാങ്ങിച്ചു. രാത്രി ഒരു 9-9:30 ആയപ്പം എനിക്ക് ഈ കുളിരങ്ങ് കോരിട്ട് ഞാൻ ഫസ്റ്റ് മെസ്സേജ് ഒക്കെ അയച്ചു. എൻ്റെ ബുദ്ധിമുട്ടും പരവേശവും മനസ്സിലാക്കിയ പുള്ളിക്കാരി ആ പേഴ്സണൽ ചാറ്റിലേക്ക് ടീമിലെ ബാക്കിയുള്ളവരെ കൂടി ആഡ് ചെയ്ത് അത് കമ്പനിയുടെ ഒഫീഷ്യൽ ട്രെയിനിങ് വാട്സപ്പ് ഗ്രൂപ്പ് ചാറ്റാക്കി മാറ്റി. എന്നെ പിടിച്ച് അതിന്റെ അഡ്മിനുമാക്കി. മഹാപാപി. ഇപ്പൊ പാതിരാത്രി 12 മണിയായാലും വള്ളിച്ചാമ്പിയുടെ മുനിച്ചാമ്പിയുടെ ഒക്കെ ഡൗട്ട് ക്ലിയർ ചെയ്ത് അവന്മാർ എന്നെ ഉറക്കാറില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ്
നമ്മുടെ ഫോട്ടോഗ്രാഫർ കം റീൽസ് താരം ജോസ് ചേട്ടാ എനിക്ക് നാൻസിയുടെ നമ്പർ തരുന്നത്. ആദ്യത്തെ നാൻസി. അപ്പൊ നമ്പർ തന്നപ്പോൾ തന്നെ ചേട്ടാ പറഞ്ഞോ, നീ ഇത് ചാറ്റ് ചെയ്ത് കുളവാക്കല്ലോ, കുടുംബ കുത്തുവിളക്ക് പെണ്ണാണ്, നിനക്ക് കല്യാണം ആലോചിക്കുമ്പോൾ ചേട്ടായി പ്രത്യേകം വെച്ചേക്കുന്നതാണ്. ഈ നമ്പർ കൈ കിട്ടിയിട്ട് എനിക്ക് ഭയങ്കര പരവേശം ഉത്കണ്ഠയും. ഈ 10ാം ക്ലാസ് തോറ്റുവാണ് UK പോകാൻ സ്റ്റുഡന്റ് വിസ അപ്ലൈ ചെയ്ത പോലെ കിട്ടുമോ ഇല്ലയോ എന്ന് ആലോചിച്ച് പതിവ് പോലെ 9:30 ആയപ്പോൾ കുളിര് കയറി ഞാൻ നാൻസിക്ക് എൻ്റെ ലൈഫിലെ ഫസ്റ്റ് മെസ്സേജ് അയച്ചു. ഹലോ നാൻസി, ഹൗ ആർ യു? 5 മിനിറ്റിനുള്ളിൽ തന്നെ റിപ്ലൈ വന്നു. 2.5 മിനിറ്റ് ഓഡിയോ കോൾ 250 രൂപ, വീഡിയോ കോൾ 550 രൂപ. രാത്രി 12:30 ശേഷം അൺലിമിറ്റഡ് ഫൺ ചാറ്റ്. ഞാനങ്ങ് ഇല്ലാണ്ടായി പോയി. എൻ്റെ ഒരു ലവ് സ്റ്റോറി കൂടെ അവിടെ കഴിഞ്ഞു. പുതിയ ഐഡിയ എന്തെങ്കിലും കിട്ടുമോയെന്നറിയാൻ വേണ്ടി ഞാൻ നമ്മുടെ ഫോട്ടോഗ്രാഫർ റീൽസ് താരം അപ്പാപ്പിടുമ്പോൾ ജോസ് ചേട്ടനെ തപ്പിച്ചെന്നപ്പോഴാണ് അപ്പാപ്പി കാര്യം പറഞ്ഞത്. ശിശുദിനത്തിൻ്റെ അന്ന് LP സ്കൂളിൽ ഫോട്ടോ എടുക്കാൻ വിളിപ്പിച്ചു. ഫോട്ടോ എടുത്തോണ്ടിരുന്നപ്പോൾ ലൈറ്റ് അടിച്ചോണ്ടിരുന്ന പയ്യൻ പറഞ്ഞു, ജോസേ മേക്ക് എ സീൻ. കേൾക്കേണ്ട താമസം ജോസ് മുണ്ട് പടക്കി കുത്തി തല കീഴായി 4 പുഷപ്പ്. മുണ്ട് അരേക്കൂടെ ഊർന്ന് കഴുത്തേ വന്ന് ലാൻഡ് ചെയ്തു. LP സ്കൂളിൽ കയറി ഉടുതുണിയില്ലാതെ റീൽസ് എടുത്തെന്ന് പറഞ്ഞ ആളിപ്പോൾ പോക്സോ കേസിലകത്താണ്. എനിക്ക് ഐഡിയ പറഞ്ഞു തന്നുകൊണ്ടിരുന്ന ഒരു മാർഗദീപം ഇന്ന് അണഞ്ഞു. ഞാൻ ഈ പറയുന്ന കഥയൊക്കെ കേട്ടാൽ നിങ്ങൾക്ക് തോന്നും ഞാനെന്തോ ഭയങ്കര സങ്കരീന ഹൈബ്രിഡ് കോഴിക്കുഞ്ഞാന്ന്. അങ്ങനെയൊന്നുമില്ല. 2-3 ദിവസം മുമ്പ് ചെന്നൈ ഓഫീസിൽ ഹിന്ദിക്കാരി ഒന്ന് പ്രപ്പോസ് ചെയ്തു. സത്യ. അതിപ്പോ അവിടെ കൂട്ടുകാരി നാൻസി നോ പറഞ്ഞ കാരണം ഇപ്പൊ നാൻസിയുടെ അനിയത്തി മെസ്സി യെസ് പറഞ്ഞിരുന്ന ഈ പ്രശ്നം ഒന്നും ഇല്ലായിരുന്നു. ഒന്നോർത്താ എല്ലാം പണ്ട് +2 പഠിക്കുമ്പോഴേ റോണി സാറിന്റെ മോള് റൂബി റിജക്ട് ചെയ്തുകൊണ്ട് പറ്റിയതാ. അല്ലെങ്കിലും ഈ പ്രേമ സാക്ഷാത്കാരം എന്ന് പറയുന്നത് കല്യാണം കഴിക്കുന്നതോ ഒരുമിച്ച് ജീവിക്കുന്നതോ ഒന്നുമല്ല. തിരിച്ചു കിട്ടില്ല എന്ന് പറഞ്ഞിട്ടും ഒരു ഉളുപ്പുമില്ലാതെ വാരി കോരി കൊടുക്കുന്ന, പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലെങ്കിലും എല്ലാ ഇലക്ഷനും നമ്മൾ വോട്ട് ചെയ്യുന്നില്ലേ? വാട്ടർ അതോറിറ്റി കുത്തിപ്പൊളിക്കും പറഞ്ഞിട്ട് റോഡ് ടാർ ചെയ്യുന്നില്ലേ? സബ്സിഡി ഇല്ലാന്ന് പറഞ്ഞിട്ടും LPG ബാങ്ക് അക്കൗണ്ട് ആയിട്ട് ബന്ധിപ്പിക്കുന്നില്ലേ? എന്ന് പറഞ്ഞ പോലെ അൺകണ്ടീഷണലായി പ്രേമിക്കാൻ ഞങ്ങൾക്കും വീട്ടിൽ വളർന്ന പട്ടിക്കുട്ടിക്കും മാത്രമേ പറ്റൂ. യെസ്, വി ആർ അൺകണ്ടീഷണൽ ലവേഴ്സ് ഓർ ക്യൂട്ട് അൺസൈഡ് ലവേഴ്സ്. താങ്ക് യു.